എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്, ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ കാലാതീതമാണ് ഈ വീഡിയോ. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് ആഗ്രഹിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന മെയിൽ ഐ ഡിയിൽ അവരുടെ കോൺടാക്റ്റ് നമ്പറും പേരും അയച്ചാൽ കൃത്യമായി പ്രൈവറ്റ് റീഡിംഗ് നൽകുന്നതായിരിക്കും. ഏതായാലും എല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമുക്ക് ഓരോ കാർഡിലേക്ക് പോകാം. ഒന്നാമത്തെ കാർഡ് ദി ലവേഴ്സ് എന്ന കാർഡാണ്. ഉജ്ജ്വലമായൊരു പ്രണയ കാർഡാണ് ദി ലവേഴ്സ് എന്ന കാർഡ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഹൃദയം തൊട്ടറിഞ്ഞ ഒരു ബന്ധമുണ്ട്. ഏതു നിമിഷവും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, ഏതു നിമിഷവും നിങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി. നിങ്ങളെക്കുറിച്ച് സദാസമയവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളും അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒന്നിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്നിക്കാൻ നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയും നേരെ തിരിച്ചും എന്ത് ത്യാഗം നടത്താനും ജീവിതം ബലിയർപ്പിക്കാനും ത്യജിക്കാനും പോലും തയ്യാറാണ്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള അടുപ്പമുള്ള രണ്ട് വ്യക്തികളാണ്. ദി ലവേഴ്സ് എന്ന കാർഡ് ഇതിൽ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. അവർ എപ്പോൾ ഒന്നിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. തീർച്ചയായിട്ടും അവരുടെ പ്രണയം യാഥാർത്ഥ്യമാകുകയും അവർ ഒന്നാകുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് പോലെ അതേ നിലവാരത്തിലോ അതേ ആഴത്തിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി ആഴത്തിലോ ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് ഹാങ്ഡ് മാനാണ്. രണ്ടുപേരും ഒരുപോലെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലെ ചിന്തകൾ തലതിരിഞ്ഞു പോകുന്നു. ആ വ്യക്തിക്ക് സംശയങ്ങളും ആ വ്യക്തിക്ക് മറ്റു തരത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ ചില തെറ്റായ കാര്യങ്ങൾ കോരിയിടുന്നു. ആ വ്യക്തിയുടെ മനസ്സിനെ ഭിന്നിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് സ്വമേധയാ നിങ്ങൾ കൊടുത്ത ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു. ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ചില സംശയങ്ങളും നിഗൂഢതകളും ആ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടാകുന്നു. അത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ആഴത്തിൽ ബാധിക്കുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് പരസ്പരം സ്നേഹിക്കുമ്പോഴും ചില അപസ്വരങ്ങളും ചില കരടുകളും ആ ബന്ധത്തിൽ വരുന്നു. അതിന് ചിലർ കാരണമാകുകയും അവരുടെ ചട്ടുകമായി നിങ്ങളുടെ വ്യക്തി മാറുകയും ചെയ്യുന്ന അവസ്ഥ. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ അവസ്ഥയിലുള്ള ഒരു ചിന്തയാണ്. അവിടെ സംശയങ്ങളും ഉത്തരവാദിത്വമില്ലായ്മയും ഉറപ്പില്ലായ്മയും ഒക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് ബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങളെത്ര ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചു, എന്നിട്ടും എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ ഒരു തീരുമാനവും ഒരു അഭിപ്രായവും ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ട് എന്നെ പരിഗണിക്കുന്നില്ല എന്നിത്യാദിയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നും. ആദ്യ കാർഡ് ഒരു പോസിറ്റീവ് കാർഡാകുമ്പോൾ രണ്ടാമത്തെ കാർഡിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടാകുന്നു. ആ വെല്ലുവിളികളെ നിങ്ങൾ തീർച്ചയായിട്ടും അതിജീവിക്കുക തന്നെ ചെയ്യും. കാരണം അതിജീവിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് തന്നെ അത് ഉറപ്പുണ്ട് അതിജീവിക്കുമെന്ന്. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധി അവിടെ വിജയിക്കുകയും കൃത്യമായൊരു നന്മയിലേക്ക്, ഒരു സംരക്ഷിത മേഖലയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. മൂന്നാമത്തെ കാർഡ് നിങ്ങളെ ഈശ്വരൻ സംരക്ഷിക്കുന്നതിൻ്റെ തെളിവ് തന്നെയാണ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് പ്രേരകമായത് നിങ്ങളുടെ മുകളിലുള്ള ശക്തിയുടെ കാരുണ്യമാണ്. വീൽ ഓഫ് ഫോർച്യൂൺ, ഭാഗ്യത്തിൻ്റെ ചക്രം നിങ്ങൾക്ക് അനുകൂലമായി തിരിയുന്നു. അവസാനം അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. ആ വ്യക്തി എത്ര തലതിരിഞ്ഞ ചിന്തയായി നടന്നാലും, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പോലും ആ വ്യക്തിയെക്കൊണ്ട് നിങ്ങളെ സ്വീകരിപ്പിക്കുന്ന നിലപാട് ആ ശക്തി എടുക്കുന്നു. ആദ്യ കാർഡിലെ ഹൃദയ അടുപ്പം രണ്ടാമത്തെ കാർഡിൽ പരീക്ഷണാർത്ഥം വെല്ലുവിളികളായപ്പോൾ
വെല്ലുവിളികൾ നിങ്ങൾ നേരിട്ടപ്പോൾ മൂന്നാമത്തെ കാർഡ് എല്ലാ വെല്ലുവിളികളും അതിജയിച്ചുകൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒന്നാകാനുള്ള സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. അതാണിനി വരാനുള്ളത്. പ്രതിസന്ധികൾ തീർച്ചയായിട്ടും ഉണ്ട്. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്തും ധൈര്യവും നിങ്ങളുടെ ശക്തിയും ഒക്കെ നിങ്ങൾക്ക് സംജാതമായത്, നിങ്ങൾക്ക് ലഭിച്ചത് ഈയൊരു കരുത്തിൽ തന്നെയാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളുടെ ആ തീരാത്ത ആ ഒരു പ്രതിസന്ധികൾ, അതിനെല്ലാം നിങ്ങൾ അതിജീവിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തിയുമായി ചേർന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം ഉണ്ടാകുകയാണ്. ഭാഗ്യവും നന്മയും നിങ്ങളെ തുണയ്ക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത കൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നു അധികം താമസിയാതെ. നിങ്ങളുടെ ശക്തി നിങ്ങളെ അനുഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ ഇതായിരുന്നില്ല നടക്കാനുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് സൗഭാഗ്യത്തിൻ്റെ ഒരു എൻഡിങ് ആയിരിക്കില്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ ശക്തി കാത്തിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പ്രൈവറ്റ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മെയിൽ ID-യിൽ നിങ്ങളുടെ പേരും കോൺടാക്റ്റ് നമ്പറും മെയിലായിട്ട് അയച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ച് നിങ്ങൾക്കത് നൽകുന്നതായിരിക്കും.